ഇതുപോലെ മറ്റ് ഇപ്പോഴത്തെ താരങ്ങളെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് സാറിൻ്റെ ഒരു ഫേവറേറ്റ് ആരൊക്കെയായിരിക്കും? എല്ലാവരും അവരവരുടെ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർ ഇതാണ്, അല്ലെങ്കിൽ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെറുതെ ഒരു ഒരു എന്താണ് ഭാഗ്യം കൊണ്ട് എത്ര കാലം നിൽക്കാൻ പറ്റും. പക്ഷെ നിൽക്കുന്നവരും സർവൈവ് ചെയ്യുന്നവരും അവർ കഴിവുകൊണ്ട് തന്നെ നിൽക്കുന്നവരാണ്. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഫഹദ് ഫാസിൽ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം അത്രയും വെർസറ്റാലിറ്റി ഉള്ള ഒരു ആക്ടേഴ്സ് നമുക്കിപ്പോൾ ഇല്ല. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ആ തലമുറയിൽ പലരും ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. നമുക്കറിയില്ല ഇത് ഫ്യൂച്ചറിൽ അവരൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് വരാം. കാരണം ചിലർക്കൊക്കെ ഡിസിഷൻ എടുക്കുന്നതിൽ വന്ന പാളിച്ചകൾ കൊണ്ടൊക്കെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അടുത്ത കാലത്തൊക്കെ കാണുന്ന പലരും. എങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റായിട്ട് നമ്മളെ എന്താണ് അമ്പരപ്പിച്ചുകൊണ്ട് അഭിനയിക്കുന്ന ആൾ ഫഹദ് തന്നെയാണ്. ഈ ഫഹദിൻ്റെ പല അല്ലെങ്കിൽ ലാൽ സാറിൻ്റെ കൂടെ ഒന്ന് താരതമ്യപ്പെടുത്താറുണ്ട്. ഇപ്പം മാനസികമായി ബുദ്ധിമുട്ട് നേരിടുന്ന ക്യാരക്ടറിന് ലാൽ സാർ കൊടുക്കുന്നൊരു ജീവനുണ്ട്. അതുപോലെയാണ് ഫഹദും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനൊരു ജീവൻ കൊടുക്കുന്നത്. അപ്പോൾ ഫഹദിലെ ആ ഒരു അത്തരം കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് എന്താണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? അത് അങ്ങനെ ഇപ്പം ആദ്യമായിട്ട് നമ്മളത് ശ്രദ്ധിക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് ഒരു എക്സെൻട്രിക് സിറ്റി വരെ. പിന്നെ ഇപ്പം ആവേശം പറയുമ്പോൾ അയാളെ അങ്ങനെ ഒരു ലെവലാണ്. ഇയാൾ ഫഹദിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെ ആക്ട് ചെയ്യുന്ന ആളാണ്. വളരെ ഈസി ആയിട്ടാണ്. ലാലിനുണ്ട് ആ ക്വാളിറ്റി. വളരെ സ്ട്രെയിൻ നമുക്ക് തോന്നുന്നില്ല, ഇയാൾ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് അഭിനയിക്കാൻ തോന്നുന്നില്ല. വളരെ എന്താണ് ലൈറ്ററായിട്ട് അയാളെ ആ ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് ബ്രില്യൻ്റ് ആയിരിക്കും. അപ്പം ആ ഒരു എന്താണ് നമുക്ക് ലാലിന് ശേഷം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആ സ്റ്റേച്ചറിലേക്ക് എത്തിപ്പെടേണ്ട ഒരു ആക്ടർ തന്നെയാണ് ഫഹദ്. ഓക്കെ, ഇനി അവസാനമായിട്ട് കുറച്ച് ചോദ്യങ്ങളൊന്നും കൂടി ചോദിക്കുകയാണ്. റീ റിലീസിന് ഇനിയും ഏതെങ്കിലും സിനിമകൾ ഒരുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്, ഇനിയും റീ റിലീസുകൾ ചിലപ്പോൾ ഉണ്ടാകാമെന്ന്. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? ഇതൊരു നമ്മുടെ സിനിമയിലെ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരു കാലത്ത് OTTയിൽ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ OTTക്കാർ സിനിമ എടുക്കും, അതുകൊണ്ട് സിനിമ എടുക്കാമെന്ന് പറഞ്ഞ് കുറേ പേര് സിനിമ എടുക്കാൻ വന്നു. ഓരോ പ്രൊഡ്യൂസർമാരെയൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ പോയിട്ട് ഈ സിനിമ കൊണ്ട് ഇത് ഇപ്പം തന്നെ OTT വിറ്റാൽ തന്നെ കാശാവും, ടേബിൾ പ്രോഫിറ്റ് വരുന്നു എന്നൊക്കെ പറയുന്ന, വേറെ തിയേറ്ററിലോടി കിട്ടിയാൽ അത് ലാഭമാണെന്നൊക്കെ പറയുന്നൊരു കാഴ്ചപ്പാടുണ്ടായിട്ട് അങ്ങനെ സിനിമ എടുക്കാൻ വേണ്ടി കുറേ പ്രൊഡ്യൂസർമാരും വന്നു. അങ്ങനെ കുറേ പ്രൊഡ്യൂസർമാരെ ഇത്തരം സിനിമ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഭാഗത്തുണ്ടായി. അതിൽ പല സിനിമകളും OTTക്ക് ആദ്യ കാലത്ത് കുറേ പേരെടുത്ത് കുറേ സിനിമകളൊക്കെ OTTയിലൊക്കെ വന്ന് പോയി. പിന്നെ OTTയുടെ ആൾക്കാർക്ക് മനസ്സിലായി ഇത് വർക്കാകത്തില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ബിസിനസ് ഇല്ലാതായി തീർന്നു. ഇപ്പം അന്ന് കാശും മുടക്കി എടുത്ത ഒരുപാട് സിനിമകൾ OTTക്കാർക്ക് എടുക്കാതെ തിയേറ്ററിൽ ഇറക്കാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്ന ഒരുപാടെണ്ണമുണ്ട്. അത്തരം ഒരു ട്രെൻഡാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അത് ഞാനൊരു പ്രഡിക്ഷൻ എന്ന നിലയിൽ പറയാം. ഇത് ദേവദൂതൻ്റെ സക്സസ് കണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ അവരെ കാര്യം കുറച്ച് കാണുകയല്ല, പക്ഷേ അത് ഡിമാൻഡ് ചെയ്യുന്നൊരു ക്വാളിറ്റിയിൽ അത് വന്നില്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടും.